ഫ്രണ്ട്സ്, ക്വസ്റ്റൻ ടാഗിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്സിലറി വെർബ്സസ് അല്ലെങ്കിൽ സഹായക്രിയകളില്ലാത്ത സെൻറ്റൻസുകൾ എങ്ങനെയാണ് ക്വസ്റ്റൻ ടാഗ് കിട്ടുക എന്നതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ്. 2-3 സെൻറ്റൻസുകൾ മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സെൻറ്റൻസ് കേൾക്കുക. ഷീ ബ്രോക്ക് ദ ഗ്ലാസ്. ഷീ ബ്രോക്ക് ദ ഗ്ലാസ്. ബ്രോക്കിൻ്റെ മീനിങ് അറിയാം. ബ്രോക്ക് ദ ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഗ്ലാസ് പൊട്ടിച്ചു എന്ന് മീനിങ് വരും. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ബ്രേക്ക്, BREAK, ബ്രേക്ക്. ബ്രോക്ക്, BROKE. ബ്രോക്കൺ, BROKN. അപ്പോൾ ഷീ ബ്രോക്ക് ദ ഗ്ലാസ്, അവൾ ആ ഗ്ലാസ് പൊട്ടിച്ചു. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട സഹായക്രിയ അതിലില്ല. അതിൽ നമ്മുടെ മെയിൻ വെർബ് എന്താണ്? ബ്രോക്ക് എന്നുള്ളതാണ്. അപ്പോൾ ബ്രേക്കിൻ്റെ പാസ്റ്റാണ് ബ്രോക്ക് എന്ന് പറയുക. ബ്രോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് പാസ്റ്റ് ആയതുകൊണ്ട് സഹായക്രിയയായിട്ട് വരുന്നത് ഡിഡ് ആണ്. ബ്രേക്ക് ആണെങ്കിൽ ഡു വരും. ബ്രേക്ക് ബഹുവചനമാണ്, അതുകൊണ്ട് ഡു വരും. മറിച്ച് ബ്രേക്സ് ആണെങ്കിൽ ഏകവചനമാണ്, അപ്പോൾ നമുക്ക് കിട്ടുന്നത് സഹായക്രിയ ഡസ് ആണ്. ഇത് ബ്രോക്ക് ആകുമ്പോൾ അത് പാസ്റ്റാണ്, അതുകൊണ്ട് അതിൻ്റെ സഹായക്രിയ ഡിഡ് ആണ്. അപ്പോൾ ഷീ ബ്രോക്ക് ദ ഗ്ലാസ് എന്ന് പറയുമ്പോൾ അവർ ഗ്ലാസ് പൊട്ടിച്ചു എന്നാണ്. അപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവാണ്. ഒരു പ്രവൃത്തി നടന്നു എന്നാണ്, അതുകൊണ്ട് സെൻറ്റൻസ് പോസിറ്റീവാണ്. അപ്പോൾ ഡിഡ് എന്ന വാക്ക് നമുക്ക് സഹായക്രിയയായിട്ട് കിട്ടി. ഇനി സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് നോട്ട് ചേർക്കണം. അപ്പോൾ ഡിഡ് നോട്ട് എന്നുള്ളതിൻ്റെ ചുരുക്കം ഡിഡിൻറ്റ് എന്ന് വരും. ഡിഡിൻറ്റ്. ഷീ എന്നുള്ളത് പ്രൊനൗണാണ്, സർവനാമമാണ്, അതുകൊണ്ട് അതിന് മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഡിഡിൻ ഷീ. ഡിഡിൻ ഷീ. നമ്മൾ പാസ്റ്റ് ടെൻസിലെ വെർബാണ് നമ്മൾ ചെയ്തത്. ബ്രോക്ക് എന്നുള്ളത് പാസ്റ്റാണ്. പാസ്റ്റ് ആകുമ്പോൾ കിട്ടേണ്ട വാക്ക് എന്താണ്? ഡിഡ് ആണ്. അപ്പോൾ ഷീ ബ്രോക്ക് ദ ഗ്ലാസിൻ്റെ ആൻസർ ക്വസ്റ്റൻ ടാഗ് എന്താണ്? ഡിഡിൻ ഷീ എന്നാണ്. ദേ ബ്രേക്ക് ദ ഗ്ലാസ്. ദേ ബ്രേക്ക് ദ ഗ്ലാസ്. അവർ ഗ്ലാസ് പൊട്ടിക്കാറുണ്ട്. ബഹുവചനമായില്ലേ? ദേ എന്നുള്ള ബഹുവചനമാണ്, ബ്രേക്ക് എന്നുള്ളത് ബഹുവചനമാണ്. അപ്പോൾ ദേ ബ്രേക്ക് ദ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അവർ ഗ്ലാസ് പൊട്ടിക്കാറുണ്ട് എന്ന് മീനിങ്. ആ സെൻറ്റൻസിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ എന്താ കിട്ടുക? ബ്രേക്ക് എന്നുള്ളത് ബഹുവചനമാണ്. ബഹുവചനമാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന സഹായക്രിയ എന്തെന്നായിരിക്കും? ഡു ആണ്. സബ്ജക്റ്റ് ഇവിടെ ദേ തന്നെയുണ്ട്. അപ്പോൾ ഡോണ്ട് ദേ എന്നാണ് അതിൻ്റെ ആൻസർ കിട്ടുക. ഡോണ്ട് ദേ എന്നാണ് അതിൻ്റെ ആൻസർ. ഞാൻ ആദ്യം പറഞ്ഞത് പാസ്റ്റിലാണ് പറഞ്ഞത്. രണ്ടാമത് പ്രസൻറ്റ് പറഞ്ഞുവെങ്കിൽ അത് പ്രസൻറ്റ് ടെൻസ് പ്ലൂരലാണ് പറഞ്ഞത്, ബഹുവചനത്തിലാണ് പറഞ്ഞത്. ഇനി നമ്മൾ അത് പ്രസൻറ്റ് ടെൻസ് ഏകവചനത്തിലേക്ക് കൊണ്ടുവരുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ബ്രേക്ക് എന്ന വാക്കിൻ്റെ പ്രസൻറ്റ് ടെൻസ് ഏകവചനം ഏതാണ്? ബ്രേക്സ് എന്നാണ്. സെൻറ്റൻസ് നമുക്ക് നോക്കണോ? മൈ സിസ്റ്റർ ബ്രേക്സ് പ്ലേറ്റ്സ്. മൈ സിസ്റ്റർ ബ്രേക്സ് പ്ലേറ്റ്സ്. എൻ്റെ സിസ്റ്റർ പ്ലേറ്റ് പൊട്ടിക്കാറുണ്ട് എന്നാണ് മീനിങ്. നമ്മൾ ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. ബ്രേക്സ് എന്നുള്ളത് എന്താണ്? ഏകവചനമാണ്, പ്രസൻറ്റ് ടെൻസ് ആണ്. അതിൻ്റെ സഹായക്രിയ അല്ലെങ്കിൽ പിരിക്കുമ്പോൾ കിട്ടുന്ന സഹായക്രിയ എന്താണ്? ഡസ് ആണ്. അപ്പോൾ ഡസ് എന്നുള്ളത് ഏകവചനമാണ്. കാരണം എന്താണ്? നമ്മുടെ സെൻറ്റൻസിലെ വെർബായിട്ട് വന്നിരിക്കുന്ന ബ്രേക്സ് ഏകവചനമാണ്. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം? സെൻറ്റൻസ് പോസിറ്റീവാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ത് വരണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഡസ് എന്നുള്ളതിൻ്റെ നെഗറ്റീവ് എന്തെന്നായി? ഡസിൻ്റെ എന്നായി. ഡസിൻ്റെ എന്നുള്ള കൂടെ സബ്ജക്റ്റ് എന്തെന്നായി? മൈ സിസ്റ്റർ ആണ്. മൈ സിസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് ഷീ വരണം. അപ്പോൾ ആൻസർ ഡസിൻ ഷീ. ആൻസർ ശരിയായില്ലേ? ഡസിൻ്റെ ഷീ. ഇനി മറ്റു 2 സെൻറ്റൻസ് കൂടെ നമുക്ക് നോക്കാം. ഷീ കെപ്റ്റ് ഹർ വേർഡ്. അവൾ വാക്ക് പാലിച്ചു. കീപ്പിൻ്റെ പാസ്റ്റാണ് കെപ്റ്റ് എന്ന് പറയുക. ഷീ കെപ്റ്റ് ഹർ വേർഡ്. അവൾ പറഞ്ഞ വാക്ക് അവൾ പാലിച്ചു എന്ന് മീനിങ്. നമുക്കറിയാം കെപ്റ്റ് എന്നുള്ളത് പാസ്റ്റാണ്, സഹായക്രിയ ഡെഡാണ്. അതുകൊണ്ട് സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് വാക്ക് പാലിച്ചു എന്നാണ്. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്തുകൂടെ വേണം? നെഗറ്റീവ് ആക്കണം. അപ്പോൾ ഡിഡ് എന്നുള്ളതിൻ്റെ നെഗറ്റീവ് എന്തെന്നാണ്? ഡിഡിൻ്റെ എന്നാണ്. ഷീ കൂടെ ചേർത്താൽ മതി. അപ്പോൾ ഡിഡിൻ ഷീ. ഷീ കെപ്റ്റ് ഹർ വേർഡ്. ആൻസർ ഡിഡിൻ ഷീ. മനസ്സിലായില്ലേ? അടുത്തൊരു വാക്കൂടെ നമുക്ക് നോക്കുക. ഷീ വെയേഴ്സ് ന്യൂ ഡ്രസ്സ് ഓൺ ഹെർ ബർത്ത്ഡേ. ഷീ വെയേഴ്സ്. വെയേഴ്സ് ആണ് പുട്ട് ഓൺ എന്നുള്ള ഫ്രേസൽ വെർബ് ഉണ്ടല്ലോ, പുട്ട് ഓൺ. അതിൻ്റെ മീനിങ് ആണ് വെയർ, WEAR. ഷീ ഏകവചനമായതുകൊണ്ട് നമ്മളവിടെ എന്ത് വെച്ചു? വെയേഴ്സ് വെച്ചു. അപ്പോൾ ഷീ വെയേഴ്സ് ഹർ ന്യൂ ഡ്രസ്സ് ഓൺ ഹെർ ബർത്ത്ഡേ, മീനിങ് അവളുടെ ബർത്ത്ഡേക്ക് അവൾ പുതിയ ഡ്രസ്സ് ധരിക്കാറുണ്ട് എന്ന് മീനിങ്. അപ്പോൾ നമുക്ക് വേണ്ടത് മാത്രമാണ് ഷീ എന്നുള്ള സബ്ജക്റ്റ് അവിടെ തന്നെയുണ്ട്. വെയേഴ്സ് എന്നുള്ളത് ധരിക്കുക എന്നുള്ളതാണ്. അത് ഏകവചനമായത് കൊണ്ട് വെയറിൻ്റെ കൂടെ എസ് കൂടെ ചേർത്തതായതുകൊണ്ട് എന്തുകൂടെ ചേർക്കുക? നമുക്ക് കിട്ടുന്ന സാഹചര്യം എന്തായിരിക്കും? ഡസ്സാണ്. അപ്പോൾ
ഷീ ഉണ്ട് ഡസ് ഉണ്ട് സെൻറ്റൻസ് പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ എന്താ ചേർക്കേണ്ടത്? നോട്ട് കൂടെ ചേർത്താൽ മതി. അതിൻ്റെ ആൻസർ എന്താണ്? ഡസൻ ഷീ. ഡസൻ ഷീ എന്നാണ് അതിൻ്റെ ആൻസർ. അതിൻ്റെ ഒരു ബഹുവചനം കൂടെ നമുക്ക് നോക്കാം. ഒരു സെൻറ്റൻസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. മൈ ഫ്രണ്ട്സ് പാസ്ഡ് ഡിഗ്രി എക്സാമിനേഷൻ. മൈ ഫ്രണ്ട് പാസ്ഡ് ഡിഗ്രി എക്സാമിനേഷൻ. അവിടെ ഹിസ് എന്നോ ഹെറെന്നോ പറയാതിരുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. മൈ ഫ്രണ്ട് പാസ്ഡ് ഡിഗ്രി എക്സാമിനേഷൻ. എൻ്റെ സുഹൃത്ത് ഡിഗ്രി പരീക്ഷ പാസ്സായി. നമ്മുടെ പ്രധാന ക്രിയ പാസ്ഡാണ്. പാസ്ഡ് പാസ്റ്റാണ് അല്ലേ? പാസ് ബഹുവചനമാണ്, പാസ് ഏകവചനമാണ്. പാസ്ഡ് പാസ്റ്റാണ്. പാസ്ഡ് പാസ്റ്റ് ആകുമ്പോൾ എന്താ കിട്ടുന്നത്? ഡിഡാണ് വരേണ്ടത്. സെൻറ്റൻസ് പോസിറ്റീവാണ്, അതുകൊണ്ട് നെഗറ്റീവാണ്. ഡിഡിൻ്റ് എന്ന് വരും. ഡിഡിൻ്റ് എന്ന് വരും. ഇനി മൈ ഫ്രണ്ട് ഏകവചനമോ ബഹുവചനമോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ കഴിയുക? മൈ ഫ്രണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഏകവചനമാണ്. അപ്പോൾ ഹീ ആകാം, മൈ ഫ്രണ്ട് എന്നുള്ളത് ഹീ ആകാം, ഷീ ആകാം. എന്താ കാരണം? മൈ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ആണും ആകാം പെണ്ണും ആകാം. ആ സെൻറ്റൻസ് ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിച്ചേ. മൈ ഫ്രണ്ട് പാസ്ഡ് ദ ഡിഗ്രി എക്സാമിനേഷൻ. പാസ്ഡ് പാസ്റ്റാണ്, അതുകൊണ്ട് ഡിഡ് വന്നു. സെൻറ്റൻസ് പോസിറ്റീവാണ്, അതുകൊണ്ട് ഡിഡിൻ്റ് എന്ന് വന്നു. ഫ്രണ്ട് എന്നുള്ളത് ആണോ പെണ്ണോ ആകാം. അപ്പോൾ ആൻസർ ഡിഡിൻ ഹീ എന്നാകാം, അല്ലെങ്കിൽ ഡിഡിൻ്റെ ഷീ എന്നാകാം. അപ്പോൾ ഡിഡിൻ ഹീ എന്നും ആകാം, ഡിഡിൻ ഷീ എന്നും ആകാം. അപ്പോൾ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പതിവായിട്ട് പറയാറുള്ളത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് എന്താണ് ഉള്ളത് അത് എഴുതി അറിയിക്കുക. ചാനൽ തുടർന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.